കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലെ ഭൂചലനത്തിൽ തകർന്ന ആലപ്പുഴയിലെ സെന്റ് ജോർജ് പള്ളി പ്രാർത്ഥനയ്ക്കായി വിശ്വാസികൾക്ക് തുറന്നുകൊടുത്തു. കഴിഞ്ഞ ദിനം ആഘോഷകരമായി നടന്ന ദേവാലയ കുദാശയിൽ മെൽക്കൈറ്റ് ഗ്രീക്ക് കത്തോലിക്ക സഭയുടെ നിലവിലെ പാത്രിയാർക്കീസ് ജോസഫ് അബ്സി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കഴിഞ്ഞ വർഷത്തെ ഭൂകമ്പത്തിൽ പള്ളിയുടെ ഇരുവശത്തുമുള്ള ഭിത്തികളിൽ വലിയ വിള്ളലുകൾ ഉണ്ടാവുകയും അതിനിടയിലൂടെ മഴവെള്ളം ദേവാലയത്തിനുള്ളിൽ എത്തുകയും ചെയ്തിരുന്നു. കൂടാതെ കല്ലുകൾ ഇളകി വീണ് പിൻവശവും മുൻവശവും തകർന്നിരുന്നു. ഏകദേശം ഒരു വർഷമെടുത്താണ് ദേവാലയത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. തുടക്കത്തിൽ പള്ളിയോടനുബന്ധിച്ചുള്ള കെട്ടിടം ഭൂചലനത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് അഭയമായി മാറിയിരുന്നു. അതിനുശേഷമാണ് ദേവാലയത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഈസ്റ്റർ ദിനത്തിലെ സ്ഫോടനത്തിൽ ഇരകളായവരെ പ്രത്യേകം അനുസ്മരിച്ച് ശ്രീലങ്കൻ സഭ ഏപ്രിൽ 21 സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവർക്കായി കൊളംബോ അതിരൂപതയിലും മറ്റു രൂപതകളിലും പ്രത്യേക പ്രാർത്ഥനകളും അനുസ്മരണ ചടങ്ങുകളും നടന്നു. ഏറെ വികാരഭരിതമായ നിമിഷങ്ങൾക്ക് ആയിരക്കണക്കിന് വിശ്വാസികളാണ് സാക്ഷ്യം വഹിച്ചത്. 2019 ഏപ്രിൽ 21 ഈസ്റ്റർ ദിനത്തിൽ 8 ചാവേറുകൾ 2 കത്തോലിക്ക ദേവാലയങ്ങളിലും ഒരു ഇവാഞ്ചലിക്കൽ ദേവാലയത്തിലും 3 ആഡംബര ഹോട്ടലിലുമായി നടത്തിയ ഭീകരാക്രമണത്തിൽ 269 പേർ കൊല്ലപ്പെടുകയും 500-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇരു കത്തോലിക്ക ദേവാലയങ്ങളിലും വിശുദ്ധ ബലിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന 171 ആളുകളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വിശ്വാസികളെ അടക്കം ചെയ്തിരിക്കുന്ന നിഗംബോയിലെ രക്തസാക്ഷികളുടെ ദേവാലയം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് കൊല്ലപ്പെട്ട വ്യക്തികളുടെ രക്തസാക്ഷിത്വം ഔദ്യോഗികമായി അംഗീകരിക്കുന്നതിനുള്ള നിവേദനം കൊളംബോ ആർച്ച് ബിഷപ്പ് കർദിനാൾ ആൽബർട്ട് മാൽക്കം രഞ്ജിത്തിന് 50,000-ലധികം ആളുകളുടെ കയ്യൊപ്പോടുകൂടി കൈമാറി. അതേസമയം രക്തസാക്ഷിത്വം അംഗീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്ന പ്രഖ്യാപനവും അനുസ്മരണ ചടങ്ങിൽ നടത്തി. ആക്രമണം നടന്നതിന് ശേഷം 5 വർഷങ്ങൾ പിന്നിടുമ്പോഴും യാഥാർത്ഥ്യം പുറത്തുവരാത്തതിനാൽ ഒരു സ്വതന്ത്ര അന്താരാഷ്ട്ര അന്വേഷണം ആരംഭിക്കാനുള്ള അഭ്യർത്ഥനയും കർദിനാൾ നടത്തി. നിരോധിത അബോർഷൻ മരുന്നുകൾ കഴിച്ച് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലെത്തിയ ഗർഭിണിയെയും അവളുടെ ഉദരത്തിലുണ്ടായിരുന്ന കുഞ്ഞിനെയും ജീവനിലേക്ക് തിരികെ കൊണ്ടുവന്ന കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട ഡോക്ടർ 1 വർഷത്തിന് ശേഷം ജയിൽ മോചിതനായി. അർജന്റീനക്കാരനായ ഡോക്ടർ ലിയാൻഡ്രോ റോഡ്രിഗസ് ലാസ്ട്രയാണ് അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ രക്ഷിച്ചതിന് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത്. 2017 കേസിനാസ്പദമായ സംഭവം. കടുത്ത ശാരീരിക വൈഷമ്യങ്ങളോടെയാണ് 23 ആഴ്ച ഗർഭവതിയായ 19-കാരി ഡോക്ടർ ലിയാൻഡ്രോയെ കാണാനെത്തിയത്. ഗർഭം അലസിപ്പിക്കുന്നതിനുള്ള നിരോധിത മരുന്ന് കഴിച്ചതിനാൽ അമ്മയുടെയും കുഞ്ഞിന്റെയും സ്ഥിതി വളരെ ദയനീയമായിരുന്നു. എന്നാൽ കെമിക്കൽ അബോർഷൻ പ്രക്രിയ തടഞ്ഞ് ഡോക്ടർ ലിയാൻഡ്രോ അമ്മയെയും കുഞ്ഞിനെയും രക്ഷിച്ചു. 6.5 മാസത്തിൽ സിസേറിയനിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കുകയും പിന്നീട് ദത്തെടുക്കാൻ വയ്ക്കുകയും ചെയ്തു. എന്നാൽ ഗർഭചിത്രം തടഞ്ഞു എന്ന കുറ്റത്തിന് ഡോക്ടർ ലിയാൻഡ്രോയ്ക്ക് 1 വർഷവും 2 മാസവും ജയിൽ ശിക്ഷ ലഭിച്ചു. കൂടാതെ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ ലൈസൻസ് 2 വർഷവും 4 മാസവും റദ്ദാക്കുകയും ചെയ്തു. ഇക്കഴിഞ്ഞ ജനുവരി 30 ശിക്ഷാ നടപടികൾ പൂർത്തിയാക്കിയ ഡോക്ടർ ലിയാൻഡ്രോ ജീവൻ പരിപാലിക്കുന്നതിലും ഗർഭസ്ഥ ശിശുവിന്റെ ജീവൻ സംരക്ഷിക്കുന്നതിലും സ്ത്രീകളുടെ സംരക്ഷണത്തിലും കൂടുതൽ പ്രതിജ്ഞാബദ്ധനായിരിക്കാൻ ഈ വിധിയിലൂടെ തനിക്ക് സാധിച്ചതായി പ്രതികരിച്ചു. സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് വാദിക്കുന്നവർ ഇപ്പോൾ 7 വയസ്സായ മിടുക്കനായ ഒരു കുഞ്ഞിന്റെ ജീവനെക്കുറിച്ച് നിശബ്ദനാവുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദത്തെടുക്കപ്പെട്ട ആ കുഞ്ഞ് ഇന്ന് ജീവിച്ചിരിക്കുന്നു. അതിൻ്റെ അമ്മയും എവിടെയോ സുഖമായി ജീവിക്കുന്നുണ്ട്. അതിനാൽ താൻ സംതൃപ്തനാണെന്നും ഡോക്ടർ ലിയാൻഡ്രോ പറഞ്ഞു. ആശുപത്രിയിൽ പൊതുവായി പ്രാക്ടീസ് ചെയ്യുന്നത് ഇനിയും ബുദ്ധിമുട്ടാകുമെന്നതിനാൽ സ്വകാര്യ മേഖലയിൽ ജോലി തുടരാനാണ് ഡോക്ടറുടെ തീരുമാനം. ഇനിയും സമാനമായ ഒരു സാഹചര്യമുണ്ടായാൽ താൻ ജീവന്റെ പക്ഷത്ത് നിൽക്കുമെന്നും അതിനുവേണ്ടി ജയിലിൽ പോകാൻ തനിക്ക് മടിയില്ലെന്നും ഈ ഡോക്ടർ പറയുന്നു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.